എടാ നീ കാണുന്നുണ്ടോ? എടാ നീ കാണുന്നുണ്ടോ അല്ലേ? ഓഫ് ചെയ്യാനാലോ? ഓക്കെ. അയ്യോ കണ്ടിട്ട് എന്റെ പേടിയാവണം വൈര്. അതിന്റെ ഇടയ്ക്കൂടെ ഇവൻ ടാർഗറ്റ് അതായിരുന്നല്ലേ? പേടിക്കണ്ട 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 പേടിക്കണ്ട. സരക്കണ്ണന് കൊടുത്ത് കോച്ചിങ് എടുക്ക്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവര് പറഞ്ഞു കൊടുക്കാനേ അറിയത്തുള്ളൂ, കളിക്ക് അറിഞ്ഞൂടാ. ഇവ എന്തി ഇവ എവിടെ? ആ ദേ വരണു. വാ 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 വാ, ജപമന്ത്രമൊക്കെ പറഞ്ഞോണ്ട് വരുന്നുണ്ടില്ലേ, കണ്ട. ഈ സാധനം ഉണ്ടായിരുന്നടാ. ഇമ്പോർട്ടന്റ്. അതെ 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 അതെ. ഇവിടത്തെ ലൈവ് ആണെങ്കിൽ ഓഫ് ആക്കായിരുന്നു, മൈൽസ് ഇല്ല ഡഫന. ആ ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. ഡോട്ട് ചെയ്ത് നിന്റെ സഹായം വേണ്ട, സഹായം വേണ്ട. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, നല്ല രസമായിരിക്കും. അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒന്ന് ചെയ്യാവോ? ഞാനൊരു കാര്യം പറയാം ഗൈസ്, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാം. എനിക്ക് ഈ ഗെയിമിന്റെ മെക്കാനിസമായിട്ട് ആക്കാവാൻ ഒരു 2 ദിവസം തന്നാൽ മതി. ഞാൻ പിന്നെ ചുമ്മാ തീർന്നു. ക്ലിയർ ഇല്ല ഗെയിമിന്. ഗെയിം ക്ലിയർ അല്ലേ? അതെന്താ? ഞാൻ ഇവനെ പണ്ണാൻ പോണേട്ടോ. നിങ്ങൾ നോക്കിക്കോണേ, ഇവനെ അടിച്ചില്ലെങ്കിൽ ഇവൻ എന്നെ 2 ദിവസമായിട്ട് എടുത്തിട്ട് പണിക്കൊണ്ടിരിക്കുക. ഒരു സഹതാപം പോലും ഇല്ല ഇവന്. ഇപ്പൊ കണ്ണു കാണത്തില്ലെന്നാ പറയണേ, പക്ഷെ ഇവന്റെ ഒരടിയെങ്കിലും മിസ്സാവുണ്ടോ? നിങ്ങൾ തന്നെ പറ, ഒരടി മിസ്സാവുന്നുണ്ടോ ഇവന്റെ? ഒരടി. വാ 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 വാ, തരാം നിനക്ക്. നിന്നെ ഞാൻ പണി.
ലൈഫ് റീസെറ്റ് ആയി അയ്യോടാ കണ്ടില്ലടാ. എടാ അതിനെ കണ്ടില്ലടാ, പുറത്തോട്ട് പോയപ്പോ റീസെറ്റ് ആയല്ലേ. എടാ അത് ഞാൻ കണ്ടില്ലടാ, ഈ വട്ടം കൊല്ലാൻ പറ്റൂലടാ, ഇന്നും ജയിക്കില്ല. പ്രശ്നം അല്ലടാ, റീസെറ്റ് ആയിട്ട് അത് പിന്നെ അടിച്ചിട്ട് കാര്യമില്ലടാ. 2 എടാ ഇന്ന് ഞാൻ തീർക്കോടാ. നിങ്ങളൊരു 10 മിനിറ്റ് ഇവനെ കൊല്ലം ഒരു 10 മിനിറ്റ് സമയം തരണം പറ്റുമോ? 10 മിനിറ്റ് സമയം തരണം. 10 മിനിറ്റ് സമയം തന്നാൽ ഞാൻ ഇവനെ കൊല്ലും. 10 മിനിറ്റ്. ഇവൻ പോലും ചാവണല്ലോ, അവനൊക്കെ എന്നെ എടുത്തിട്ട് ഇവൻ പോലും ചാവണില്ലടാ. എന്റെ ഒന്നും അപ്ഡേറ്റഡ് അല്ലേ, അതാണ് ഞാൻ ആലോചിക്കണേ. ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യണൊന്നും വേറെ ഇത് ഇതെന്താ സാധനം? പോസ് അൺബൗണ്ട് എനേബിൾ സ്പ്രിൻസ് വൈൽ ചാർജിങ്. ഓക്കെ ആക്കാം. അറ്റാക്ക് ഫ്രം ബാക്കിൽ നിന്ന്. ഇവിടെ ഇവന്റെ മുഖമാണ്, ഇവന്റെ ഫേസ് ആണ് ഇവന്റെ വീക്ക് പോയിന്റ്. അപ്പൊ ഇവന്റെ ഫ്രണ്ടിൽ അടിച്ചിട്ടേ കാര്യമുള്ളൂ, ബാക്കിൽ അടിച്ചിട്ട് കാര്യമില്ല. ആയിക്കോട്ടെ വരട്ടെ. എടാ പോൺ. എടാ ഇവിടെ വരെ വന്നോടാ. എന്റെ ആടെ ഈ സാമാനാടാ പറ്റാത്തെ. റീസെറ്റായി HP. അതിന്റെ വെളിയിലപ്പോ പോവാൻ പറ്റത്തില്ല. ഈ പുണ്ട അണ്ണൻ അണ്ണാ നേരത്തെ പറഞ്ഞെടുക്കാൻ അറിയായിരുന്നല്ലോ. എന്താടി എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ആ വെളിയിലുള്ള പുണ്ടെ ആദ്യം കൊന്നിട്ട് വരാം. ഞാൻ അവനെ കൊല്ലാം. അവന്റെ ഇടക്ക് കയറി വരുന്നടാ. അവൻ ഇടക്ക് കയറി വരുമ്പോഴത്തേക്കിന് റീസെറ്റ് ആവുകയാണ്. വെളിയിലുള്ള അതായത് മറ്റേ ലെഫ്റ്റിലുള്ള പയ്യനാണ്. ലെഫ്റ്റിലുള്ള പയ്യൻ.
എത്ര ലെവലായിരുന്നു? എടാ ഞാനിപ്പോഴും ഇവിടെ തന്നെ നിക്കണതേ ഉള്ളൂ. എന്തോടാ ലെവലില്ലേ? ലെവല് മേലുണ്ടോ? 13 ലെവല്. ആ അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. എടാ ഈ വട്ടം ഇവനെ അടിക്കണോടാ. ഞാൻ വന്നില്ല എന്നാ, ഇത് ഈസി. പ്രസൻസ് മതി, പ്രസൻസ്. ഓക്കെ ലൂപ്പൊക്കെ ഉണ്ടാവും. എടാ എന്തൊരു കഷ്ടമാണ് ഇവൻ ഇവിടെ കിടക്കും. എടാ ഡോഡ്ജ് ആയില്ലടാ അത്. എന്റെ ആളിയാ എന്റെ അമ്മോ. ഓ അത് ടോടിച്ചത്, അതിന് കിട്ടില്ല ടോടിച്ചത്. എന്നെ പണിയാണോ അവൻ? ഇവൻ എത്ര അൾട്ടിയാണ് ഇവന്? അത് കണ്ടിന്യൂസ് ആണ്, അതിങ്ങനെ ലൂപ്പാണ് ആ സാധനം അവന്റെ. അണ്ണേ മറ്റേ ഇതൊക്കെ എന്തിനാണ് അപ്ഗ്രേഡ് ചെയ്യണേ? അണ്ണ അതെല്ലാം വലിച്ചിട്ട് അതെടുത്താണ് അൾട്ടി അടിച്ചത് ഇപ്പൊ. അണ്ണ ഈ അടിച്ചാണ് അവിടെ പോയി. എടാ എനിക്ക് ഇവന്മാരെ ദേഷ്യം വരുന്നത്. കൊന്നു There is another way. Another way. എനിക്ക് ഇവനെ മാത്രമാണ് ഇത്രയും ടാസ്ക്. ആ മറ്റവനെയും കൊന്ന്. ഏത് ലെഫ്റ്റിലത്തെ തീയുള്ള ഇവൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരട്ടെ. ഇവനെ ഞാൻ ഇവിടെ ഇട്ടങ്ങ് തീർക്കാൻ പോവാ. 3, 2, 1. അണ്ണ അപ്പി ചെയ്തില്ല സാധനം. എന്റെ ആളിയാ ഒറ്റ ഇതിൽ എനിക്ക് കിട്ടുന്ന ഡാമേജ് ഏതപ്പ ചെയ്തില്ല. ഞാൻ പറഞ്ഞുതരാം.
ചന്ദനത്തിരിയല്ല സാധനം മാറ്റണം. എന്നെ കൊണ്ട് പറ്റണില്ലെന്ന് പറ്റുമെന്ന് തോന്നുന്നില്ലടാ. ഇത് എന്നെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടാ. ഇതൊക്കെ രസം. ഇവിടെ ഈ ഞെക്ക് എന്നിട്ട് സെൽഫ് അഡ്വാൻസ് എടുത്തിട്ട് റീഗ്നേറ്റ് സ്പാർക്ക് എടുത്താണ്. എന്നിട്ട് സ്പാർക്ക് എല്ലാം വലിച്ചിട്ടാണ് ഏതിനത്തെങ്കിലും ഇട്ടോട്. ഇമ്മൊബിലിറ്റി അതൊന്നും ഇട്ടില്ലല്ലേ? എഫ് ഹോൾഡ്. ഇനി ഇമ്മൊബിലൈസ് ഉണ്ടോ? ഇമ്മൊബിലൈസോ റൈറ്റില്ല. അതിട്ട് അതപ്പേ ഓരോന്നോരോന്ന് ചപ്പ് ചെയ്താലും മതി. എന്നിട്ട് വേഗടി ഇറങ്ങ. എന്നിട്ട് റൈറ്റിലാണ്ട, റൈറ്റിലത്തെ അത് മറ്റേ ഇതാണ് മറ്റോൻ അപ്ഗ്രേഡ് ചെയ്യണല്ലേ. അവനപ്പേ 3 ആക്കണ. ഇനി ബേക്കടി. ഇനി ആദ്യത്തെ അതിനകത്ത് ഹെൽത്ത് ഉണ്ട്. ആദ്യത്തെ റൈറ്റില് ഫുള്ള് റൈറ്റ്. അത് ഹെൽത്ത് അപ്പേ. ഹെൽത്ത് 3 അപ്പേ. ഇനി ബേക്കടി. എന്നിട്ട് ബേക്കടി. എന്നിട്ട് റെസ്റ്റ് അടി. അപ്പൊ കുറച്ചുകൂടെ ലൈഫ് കയറും കണ്ട. ഇനി ബേക്കടി. എന്നിട്ട് ബി നെക്ക്. എന്നിട്ട് ഇൻവെന്ററി എടുത്താണ്. അല്ല ഏറ്റവും താഴത്തെ സാധനം കണ്ട. ഏറ്റവും താഴത്തെ ലെഫ്റ്റില് ഓൾഡ് ഗാർഡ് മാറ്റിയിട്ട് നെക്കത് പുതിയ സാധനം ഇട്. ഈ സാധനത്തിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ സിപ്പ് ഇല്ലേ, ഫസ്റ്റത്തെ സിപ്പ് എത്ര ലൈഫ് കുറവാണെങ്കിലും ഫുള്ള് ലൈഫ് ആവും. അതുകൊണ്ട് ഫുള്ള് കുറഞ്ഞിട്ട് മാത്രം ഫസ്റ്റ് സിപ്പ് അടിക്കുക. ഇതൊക്കെ പറഞ്ഞു തരണ്ടായിരുന്നോ? ഇതൊക്കെ റെസ്റ്റ് അടി. അതിനകത്ത് സാധനം ഇല്ല, സാധനം കുറവാണ്. ഇതൊക്കെ എനിക്ക് അണ്ണന്റെ ഇതൊക്കെ ഞാൻ വെച്ച അണ്ണ ഏതോ സെറ്റ് ആയിരിക്കണതൊക്കെ. പിന്നെ 2 ദിവസമായിട്ട് തല്ലുകൊണ്ട് മനുഷ്യന്റെ പല്ല് പറഞ്ഞ് എന്നിട്ടാണ് സെറ്റ് ആയിരിക്കണെന്ന്. ഹെവി അറ്റാക്ക് ഹെവി അറ്റാക്ക് അടിക്കില്ല. ലൈറ്റ് അറ്റാക്ക് അടിക്കുമ്പോഴേ റൈറ്റിലൊരു ബാർ ഉണ്ടാ, ആ ബാർ ഫുള്ളാവും. അത് ഫസ്റ്റ് തടി നല്ല ഡാമേജ് കിട്ടും. മറ്റൊന്ന് പേടിക്കാം. മറ്റേ പേടില്ലായിരുന്നു അത് കളയില്ല സാധനം. ഇതിലാണല്ലേ കളി ജയിക്കാൻ പറ്റാത്ത നെറ്റ്. എടാ ഞാൻ നെറ്റ് വരുന്നത് പറ. ഞാൻ കുറച്ച് രാത്രി ലേറ്റ് നൈറ്റ് വരും. നോക്കിക്കോ ഇവനെ ഞാൻ പണ്ണും. നോക്കിക്കോ 5 ദിവസം കൊണ്ടാ നീ എന്തൊരു നിരാഹാരം ഇരിക്കാൻ പോവാണ്. ലൈവ് ഉണ്ടായിരുന്നു. സാധനം വർക്കായില്ല. നൈസ് ഡോഡ്ജ്, ഇടിലും ഡോഡ്ജ്. അത് തറ വീഴുമ്പോ പെട്ടെന്ന് സ്പേസ് ഒക്കെ പെട്ടെന്ന് എനിക്ക് കേട്ടാ. ഇവിടെ ഒരു ഇടിക്കൊക്കെ അത് മർമ്മത്തില് അടിച്ചാണ്. അതാണ് എനിക്കും കൊറേ കിട്ടി മർമ്മത്തില്. ആ ഒരെണ്ണത്തിലൊക്കെ എങ്ങനെയാണോ ഒറ്റയടിക്ക് തീർന്ന? ഞാൻ എന്തോരം ഡാമേജ് കൊടുത്ത്. ആ സണ്ണ ഇത് ഇന്ന് തീർക്കല്ലേ, ഞാനും ഉണ്ട്. നമുക്ക് ഇതിലേക്ക്
ഞാൻ തീർത്തിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ ഇത് മാത്രം ഒന്ന് തീർത്ത് കിട്ടിയാൽ അണ്ണ ഇതില് മറ്റേ ഇതടിക്കല്ലേ, മറ്റേ മെയിൻ അറ്റാക്ക് പവർ അറ്റാക്ക് അടിക്കാണ്ട് സൈഡ് അറ്റാക്ക് അടിച്ചിട്ട് ആ ബാർ ഫില്ലാക്കണം. അത് ഡോട്ട് ചെയ്തോ അല്ലെങ്കിൽ പഠിക്കണം. അത്രേ ഉള്ളൂ. അടിച്ചോല്ലേ അടിച്ചോല്ലേ റെഡി. ഇപ്പൊ ബാർ ഫുള്ളായിട്ട് ആ ഐഡി അവന് കൊടുത്ത അവന് നല്ല ഡാമേജ് കൂടുതലിട്ട്. ഇവിടുന്ന് ചാർജ് ചെയ്തങ്ങ് പോയാ മതി. ഇപ്പടിക്കില്ലേ? ചാർജ് ആണ്, ഓൾറെഡി ചാർജ് ആണ്. ദയവേത് വേറെ ആൾക്കാരുടെ ഗെയിം പ്ലേ വെച്ചോട് പറയരുത്. ശോകമാണ്, കമ്പയർ ചെയ്യരുത്. അത് ഭയങ്കര ശോകമാണ്. ഞാൻ ഈ ഗെയിമിലോട് ഭയങ്കര പുതിയതായി. ഞാൻ ഇങ്ങനത്തെ ഒരു ഗെയിം ഇതുവരെ കളിച്ചിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കോമ്പറ്റീവ് ഗെയിംസ് അല്ലാതെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഗെയിം ട്രൈ ചെയ്യണം. പ്ലീസ് അത് മാത്രം ചെയ്യാതെ. ഒരു ഭയങ്കര ശോകമായിട്ടാണ് തോന്നണേ. സ്റ്റോറി മോഡ് ഗെയിം അല്ല, അല്ലാണ്ട് ഇപ്പൊ തീർക്കണമെന്നൊന്നും ഇല്ലല്ലോ. കൊടുക്കോ കാരണം തറ വീഴുമ്പോ അണ്ണൻ ലൈറ്റ് ലൈറ്റ് ആവശ്യം ലൈറ്റ് ലൈറ്റ് അണ്ണാ ലൈറ്റ് അടിച്ചത് മാറി 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 ലൈറ്റ് അറ്റാക്ക് അത് ബാക്കിലേക്ക് ഡോട്ട് ചെയ്തതാണ്. അതാണ് സീന്. ലെഫ്റ്റിലേക്ക് ഡോട്ട് ചെയ്യുന്നത്. അയ്യോ അത് പണി കിട്ടിയോടാ. അത് ക്ലോസിൽ പോയി. ടൈമിംഗ് മാറ്റേഴ്സ്. അണ്ണെന്ത് കൺട്രോളറല്ലേ കളിക്കണേ? അല്ലല്ല കീബോർഡില്ല. കൺട്രോളറാണ് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എനിക്ക്. കൺട്രോളർ ഞാൻ കൺട്രോളർ ഞാൻ കളിക്കൂടാ. ഞാൻ കൺട്രോളർ വീട്ടിലിരുന്ന് കളിക്കാറുണ്ട്. മറ്റേ മോട്ടോർ കോമ്പാക്ട് അല്ല, ഇതിനകത്ത് ഡബിൾ സ്വിച്ച് ഒക്കെ നിൽക്കണം കൺട്രോളറില്. ഞാൻ കൺട്രോളർ ഓർഡർ ചെയ്തു മറ്റന്നാൾ കളിക്കാൻ വേണ്ടിട്ടാ. ഓ ഏത് കൺട്രോളർ വാങ്ങി? കോസ്മിക് ബൈറ്റിന്റെ ഒരു 2000 രൂപയുടെ സാധനം. ബ്ലിക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോസ്മിക് ബൈറ്റിന്റെ റിവ്യൂ ഒക്കെ നോക്കിയപ്പോ നൈസ്. അയ്യോ സാധനം മറ്റേന്ന് കൊടുക്കുന്നു. ലെഫ്റ്റിലോട്ടോ അവനെ കൊല്ല അപ്പൊ കിട്ടും. ലെഫ്റ്റിലോട്ടോ അവനെ ആ വേറുള്ള ഒരു വെട്ടും കിട്ടി. കുഴപ്പമില്ല അത് കുഴപ്പമില്ല. ഒരു അണ്ണ ഞാൻ പറയട്ടെ, അണ്ണ അടുത്തോട്ട് പോകുമ്പോ അവ തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കണം. അപ്പൊ ചാർജ് മതി. എന്താടാ? അണ്ണ അടുത്തോട്ട് പോകുമ്പോ അവ ഇങ്ങോട്ട് നോക്കും. അങ്ങോട്ട് പോകുമ്പോ തന്നെ അല്ല, തിരിച്ചു വരുമ്പോ തന്നെ നിക്കണമെന്നൊന്നും ഇല്ല. അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് നോക്കും. അപ്പൊ മോത്തടിക്കാൻ പറ്റും. പിന്നെ കണ്ണ് കണ്ടുകൂടെന്ന് തോന്നുന്നു.
ലൈവ് റിയാക്ഷൻ കാണാനാണോ? ഞാൻ ലൈവും കൂടെ ഫേസ് ക്യാം കൂടെ കാണാനാണ് കോമഡി. അത് മറ്റേ അവൻ അടിക്കുന്ന അടിച്ചാണോ? മതി. കത്തണമെങ്കിൽ 3 ലൈറ്റ് അറ്റൻഷൻ ഓടോ ഓ എനിക്ക് കോച്ചിങ്ങില്ല ഈ സെയിം തോന്നണല്ലേ? വേറൊരു പയ്യന്റെ അടുത്ത് പെരിഞ്ഞിട്ടാണ് വരുന്നത് കുറച്ചു നേരമായിട്ട്. ആ പയ്യൻ കൊള്ളാം. പക്ഷെ ആ പയ്യന്റെ അടുത്ത് ജയിക്കായി പറ്റും. വലിയ അത് പറ്റും. അതൊരു നേക്കുണ്ട്. ഇതിലിപ്പോ ഏറ്റവും പാടാരാണ്? ഇവനാണ്. ഈ മറ്റേ കിങ് കോങ് ആണ്. മറ്റേ ഈ സാധനം മൊട്ടത്തലേ കണ്ണു കാണാത്ത അത് പാടെന്ന് പറഞ്ഞ തുടക്കമായോണ്ടാണ് ഇത്രയും പാടെന്ന് പറഞ്ഞാ നമ്മളൊന്ന് സെറ്റായി വരാൻ കുറച്ച് ടൈം. ഞാൻ കൺട്രോളർ ഓർഡർ ചെയ്തു. ഞാൻ വരും. തിരിച്ചൊരു കമ്പാക്ക് ഉണ്ട്. എടാ എനിക്ക് ഇതില് വൈബ്രേഷൻ ഒക്കെ ഉണ്ടാവില്ല ഗെയിമിന്. വൈബ്രേറ്റർ മേടിച്ച് വെച്ചാൽ മതി. ഇവനെ ഞാൻ ഒരു സ്പാർക്ക് പോയി അപ്ഗ്രേഡ് ചെയ്തോ. എന്താടാ അപ്ഗ്രേഡ് ചെയ്തോണ്ടാ ഡോഡ്ജ് എല്ലാം പോയി അപ്ഗ്രേഡ് ചെയ്തോ. സെൽഫ് അഡ്വാൻസ് സ്റ്റാമിന ആ ഡോഡ്ജ് അപ്ഡേറ്റ് ചെയ്തോ. ഡോഡ്ജ് രണ്ടാമത്തെ അപ്ഡേറ്റ് ആയില്ലേ? ഒരെണ്ണം ഇനി ഒന്നും കൂടെ. ഡോട്ട് അതൊക്കെ ഞാനും ചെയ്യണം. അമ്പത്തൂര് ഇവിടെ കിടന്ന് കളിച്ച് 20 ലെവലായി ഇതിനകത്ത്. ഇവിടെ മറ്റേ തീരെ ഏറ്റവും അവസാനമായപ്പോഴാണ് 20 ആയത്. അന്നത്തെ എണ്ണ 30 സിനിമനെ നീ വലിയ ഇതാവല്ലേ കേട്ടോ നീ. എടാ അന്റെ 14 ആയുള്ളടാ. സമയമുണ്ട് ഇനി. ആൾക്കാർ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന സൗണ്ട് ഇതാ. കളിയാ കറക്റ്റ് ഇതാണ് ചെയ്യേണ്ടത്. അയ്യോ കണ്ടിന്യൂസ് അടിച്ചോണ്ടേ ഇരിക്കുന്നു. എന്റെ അമ്മോ അണ്ണനാണ് പീസായത്. അല്ല ബോഡി ഉണ്ടല്ല. ഫസ്റ്റത്തെ
നൈസ് നൈസ് നൈസ്. ഇനി മറ്റേ സാധനം എടുത്ത് ചെവിക്കലത്തിനുണ്ട് ചെവിക്കലത്തിന്. കാരണം താഴെ സൈഡ് വന്നാ അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇതെന്തൊക്കെ പറഞ്ഞു കാര്യം. ശരിയാ. ഓക്കെ കിട്ടി അത്ര ഉള്ളു. ഇതില് ജയിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് പോയി ലൈഫൊക്കെ അടിച്ച് പയ്യെ കളിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ ഒരടി താഴെ നോക്കിക്കുന്നവനെ ഈ സാധനമാണ് സ്പീഡ്. താഴെ വരുമ്പോ സ്പേസ് അടി വന്നാ പെട്ടെന്ന് അണ്ണ ഒരെണ്ണം കൂടെ അടിച്ചോ ലൈഫ്. പുറത്തു വന്നു വിടിയോ? അടിച്ചിട്ട് വലിച്ചിങ്ങെടുത്ത്. പക്ഷെ ഇത് ജയിക്കാനുള്ളായിരുന്നു കേട്ടാ. അയ്യോ അണ്ണന്റെ ഹെൽത്തും തീർന്ന് മറ്റേ ഇതും തീരാൻ നേരത്തെ മാത്രം തീണ്ടി പോരെ, അത് തന്നെ യൂസ് ചെയ്യണ. എന്തോടാ ഹെൽത്തും കുപ്പിയിലെ വെള്ളം തീരാൻ നേരത്തെ ആ തീണ്ടി യൂസ് ചെയ്തോടാ. അതിന് വേറെ ഹെൽത്ത് അല്ലേ? അപ്പൊ അതല്ലേ നല്ലത്. അല്ല ആ ഹെൽത്ത് പോയാലും പുറത്ത് വരുമ്പോഴത്തേക്ക് യൂസ് ചെയ്താലും നീങ്ങുന്നില്ല. അങ്ങനെയൊന്നുമില്ല. ടൈമിങ് അതങ്ങനെ time നോക്കണം. പോയി റെസ്റ്റ് എടുത്തു. ഉണ്ടായിരുന്നു അത്. നീ അമ്മരന്ന് അടിക്കാൻ നിക്കണ്ട, നീ ഓടാവുന്നു. ഇല്ല അമ്മര് വരും, അമ്മര് പിറകെ വരും. ക്ലൈമാക്സ് ഇങ്ങനെ തല്ലണല്ലേ? ക്ലൈമാക്സ് എന്നെ 2 ദിവസമായിട്ട് ഇവിടെ പട്ടിയെ തല്ലണ പോലെ ഇട്ട് തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആ ചന്ദനത്തിരി 3 തവണ തീർന്നു. എല്ലാം മരം കാടും എല്ലാം വെട്ടിയ ഇതെന്തൊരു പോടാ അവൻ നോക്കിയാണ്. വീശുമ്പോ മാത്രം അടിക്കണം. നീ ചുറ്റുള്ള പുല്ല് വെട്ടുന്ന പോവാൻ വഴിയെ പോകുന്ന മാമനെ പോയി വിളിച്ചു നിർത്തി അടിക്കുന്നു. ഇടക്കേറി ഇങ്ങോട്ട് വരുന്നോണ്ടാണ് നമ്മളിങ്ങോട്ട് ഓടി ഇങ്ങോട്ട് വരും. ഇവന്മാരെ കൊല്ലുന്നതല്ലാണ്ടാ ഇവനെ കൊല്ലം നമ്മൾ 30 ലെവലാക്കാം. എടാ എനിക്ക് മടുത്തടാ ഇത്. ഇവന്റെ ഈ സൗണ്ട് ഉണ്ടല്ലോ, ഈ കരച്ചിൽ എനിക്ക് ഇത് വേറെ തന്നെ മനസ്സ് പറയുന്നു. ഡയലോഗ് ഇവന്റെ ഈ കരച്ചില് അടുത്ത അറ്റാക്ക് നോക്കിക്കോട്ടെ. അടുത്ത അറ്റാക്ക് ദൈവം വന്ന് ക്ലാപ്പ് അടിക്കാൻ തല തട്ടുമ്പോ ഇമ്മൊബിലൈസ് ചെയ്തിട്ട് തലക്കെട്ടി.
പറഞ്ഞു കൊടു. ഇനി ഓടിക്കോ. കാറ്റുണ്ടോടാ ഫയർ യൂസ് ചെയ്യല്ലോ കേട്ടോ ഇത് തീരാറാവുമ്പോ കഴിഞ്ഞ ഇത്ര ചാടി നോക്കിക്കുന്നു. ഒരു ലൈഫ് അടിച്ചോ. മറന്നിട്ടാ സമയത്ത് ഇത് കിട്ടി കിട്ടി ഹെവി ആയിട്ട് കിട്ടി. ആ കറക്റ്റ് അടി അടി അവന്റെ കാല കിട്ടി. റൈറ്റ് ക്ലിക്ക് സ്പാം ചെയ്തോണ്ടിരുന്നാലും ഇത് ഔട്ടാ. മറ്റേ സൂം ആയി സ്പീഡില് സൂം കിട്ടുന്ന ഡാമേജ് ഓടിക്കോ ഓടിക്കോ. ഇമ്മൊബിലൈസർ. കരച്ചിലേക്ക ഇനി ഈകളുടെ ജീവിതം ബാക്കി. അടുത്തടാ ഞാൻ പണ്ണട എന്നെ 2 ദിവസമായിട്ട്. ഇതിപ്പോ കൊച്ചുമൈരൻ കരയണ കാട്ടി കൂടുതൽ ഇവനാ കരയണത്. സത്യം എന്റെ കാര്യത്തിലാണ് കേക്കണത്. ചാലഞ്ച് ഇല്ല ഒരു കാര്യം ഇതിനെ കൊല്ലം ലെവല് കൂടിയോണ്ട് ഇവന്മാരെ ലെവല് കൂടുന്നതാണോ എന്തോ. സത്യം ഓരോ ദിവസം ഈ ബോട്ടോന്റെ കൂടെ തല്ലിട്ടുന്നത് വരെ വലുതാണ് കേട്ടാ. അല്ല അവന്മാര് അതെനിക്ക് പറയാന്നാ നെക്സ്റ്റ് ടൈമില് ഞാൻ കിടിലാവെന്ന് പറഞ്ഞാണ് അവൻ ചാവണത്. പക്ഷെ ഇതിന്റെ ആ സ്റ്റാർട്ടിങ് ഫൈറ്റ് എന്ത് സീ അല്ലേ എന്റെ അമ്മോ. ഓ മറ്റേ വാറിലുള്ള ഫസ്റ്റത്തെ ഫൈറ്റ് ഏത് മറ്റേ മേഘത്തിലാണ്. ഓ അത് തന്നെ അത് മാത്രം. അതില് പിന്നെ നമുക്ക് ലൈഫ് ഇല്ലല്ലോ. എത്ര ആണെങ്കിലും അടികൊള്ള ഒരു കുഴപ്പമില്ല. ആ കഴിവ് കിട്ടിയത്. അതേതാണ് ശരി അങ്ങനെയൊക്കെ വേണം കേട്ടോ. ഇത് സ്റ്റോറി മോഡല്ലേ. ഇതെന്ത് നമ്മളൊരുമാതിരി ഇതിൽ ചീട്ടുള്ളൂ. ബാക്കിയെല്ലാം ഭയങ്കര ഓ 10 വട്ടം നമ്മളെ 10 വട്ടത്തിൽ അവന്മാർക്ക് തോൽപ്പിക്കാൻ പറ്റും. അങ്ങനെ ആക്കണം. 3600 രൂപ കൊടുക്കണല്ലേ. ഇച്ചിരി ഇത് കാണിക്കായിരുന്നു. അല്ല ഈസി മോഡാ നോർമൽ മോഡൊന്നും അല്ല. അതിന് ഇത്ര 5000 നിന്റെ എടാ നീ ഇനി 1000 രൂപ എടുത്താ കിട്ടും. 1000 രൂപ എടുത്താ ഞാൻ നോക്കാൻ പോണല്ലോ. എന്നെ ഉണ്ടോ അങ്ങനെ നമ്മളല്ലേ. ഡ്രസ് കയ്യിലിരിക്കുന്ന കമ്പിന്റെ ഡാമേജും കൂടും. പെട്ടെന്ന് പിന്നെ അതെടുത്തു ഡാമേജ് വിടുവോ? ഡാമേജ് വിടും. ആർമർ കൂടും. പക്ഷെ അണ്ണന്റെ സ്പാർക്ക് കൂടി കൂടി ആ കിട്ടേണ്ട ഡാമേജ് ആയിപ്പോ. അതെ അതെ അത് സത്യം കേട്ടാ. ആ പട്ടി കഴിവേറ് എനിക്ക് ടബിള് എന്റെ തമ്മിൽ ഇട്ട് ചെയ്തിട്ടിട്ട് വിട്ടിരിക്കുന്ന പേരെന്തരെന്നറിയാമോ? അണ്ണനെക്സ് കൊരങ്ങൻ.jp. അണ്ണൻ പറയുന്നുണ്ട് അണ്ണനെക്സ് കൊരങ്ങൻ.jp ചെയ്തു ഫയൽ നെയിം. തന്നെ കൊല്ലം എത്ര പാട്.
കരഞ്ഞു അണ്ണൻ കരഞ്ഞു. ഓ ഈ സാധനം വരുമ്പോ നമ്മള് സൈഡ് വൈസ് ചെയ്യണം. നേരെ ബാക്കിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂല. ഓക്കെ, കളി മനസ്സിലായി. ഞാൻ ഇവിടുന്ന് കളി പഠിച്ചിട്ടേ രാത്രിയും കളിക്കാൻ പറ്റും. എല്ലാം പഠിക്കും. അയ്യോ ടൈം. ബാക്കോലിന് ഒരു കുടുക്ക് സാധനം വരും. ഇത് സൈഡ് വൈസ് തന്നെ ചെയ്യണം, ഷോട്ട് ചെയ്യണം, അല്ലെങ്കിൽ പറ്റത്തില്ല. ഇല്ല മതി സീനില്ല. ഇപ്പൊ ഫയർ യൂസ് ചെയ്യല്ലേ. ലൈഫ് അടി. ഇതിൽ അങ്ങോട്ടല്ലേ എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ചാക്കി ബട്ടൺ കിട്ടൂല, മാറിപ്പോകും. കീ ബൈൻഡിങ് മാറിപ്പോകും. ചില നമ്മൾ അടിക്കുന്ന സമയത്തെ ഞാൻ കുറെ വട്ടം നേരത്തെ വണ്ണടിക്കാൻ വേണ്ടി വന്നിട്ട് മാറിപ്പോയി. ഞാൻ അടിച്ചിട്ട് വരാത്തൊന്നും ആലോചിച്ചോണ്ടിരുന്നു. അപ്പൊ നമ്മളെ ജസ്റ്റ് നോക്കും, വണ്ണല്ലേ ഞാൻ ഒറ്റ വണ്ടേ കയറ്റി തരും. റെസ്റ്റ് എടുക്കാം. ഈ ഗെയിം ഒരാൾ കൊറേ നേരം കളിച്ചിട്ട് ചാറ്റിൽ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാലും ചന്ദ്രത്തിന്റെ അടുത്ത് പോവല്ലേ. ഞാനിത് നിർത്തി പോണടാ. അണ്ണ ഇപ്പൊ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ആ രാമന്മാരെ അടിക്കണം. അണ്ണ അങ്ങോട്ട് പറഞ്ഞ അണ്ണ റിയൽ ലൈഫ് റെസ്റ്റ് എടുക്കാൻ പോകും. അണ്ണ ഞാൻ വേറൊരു ഐഡിയ ഉണ്ട്. ഇല്ലടാ, ഈ ഗെയിം മുന്നോട്ട് കളിക്കുന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെയല്ല കുറച്ചും കൂടെ അപ്പുറത്ത് പോകുമ്പോ ഒരു എർമർ കിട്ടും. അത് മേടിച്ചിട്ട് വേണം തിരിച്ചൊന്നടിച്ച്. എന്നെ അച്ചിപ്പട്ടികൾ വരെ എടുത്തിട്ട് തല്ലണടാ. എടാ ഇവന് ആവർത്തില്ല. ഇവൻ അവന്റെ അടിയക്ഷരത്തിന് മുമ്പ് ഇവൻ കയറി ചെന്നു. പക്ഷെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് മുന്നേ ആദ്യമായിട്ടാണ് കാണുന്നത്. തീനടിക്കാൻ ഇത്രയും പാടുണ്ടായിരുന്നു കേട്ടോ. സെക്കൻഡ് തേർഡ് ട്രൈ അടിച്ചോണ്ടിരിക്കുമ്പോ സ്പേസ് നിൽക്കും. കൺട്രോളറിൽ കളിച്ചു കൊടുക്കണം. എനിക്ക് മനസ്സിലായി. 50 അടുത്ത് എത്താറായണ്ണ. കൺട്രോളില് മൂവ്മെന്റ് ഈസി ആണോ, പക്ഷെ ഈ സ്പെല്ലൊക്കെ ഉപയോഗിക്കണേ കുറച്ച് അത്ര മൂവ്മെന്റ് നല്ല സ്മൂത്താ. ഡിഫിക്കൽറ്റി ഒന്നും കുറയ്ക്കാൻ പറ്റത്തില്ലടാ. ഇതാണ് ഇതിന്റെ ഡിഫിക്കൽറ്റി. അതല്ല മെയിൻ പ്രശ്നം അതാണ്. ഈ സ്റ്റോറി മോഡിലൊക്കെ സാധാരണ ഡിഫിക്കൽട്ടി കാണിക്കുന്നത്. ഇത് അതും സ്പൈഡർമാൻ ആണെങ്കിലും ശരി, അതിലൊക്കെ ഡിഫിക്കൽട്ടി ഉണ്ട്. ഇതിൽ അതും ഇല്ല. നല്ലത് അല്ലേ, ബാക്കിയുള്ളവർക്ക് നിനക്ക് ഇങ്ങനെ ഇരുന്ന് കോച്ച് കൊടുക്കാൻ പറ്റും. ഓന്തക്കിട്ട് തന്നെ പോയി. ഞാൻ കേട്ടിട്ട് മടുത്ത് മുന്നോട്ട് ശബ്ദത്തിന് ശബ്ദോടെ സത്യമല്ലേ. ഞാൻ സൗണ്ട് കേൾക്കുമ്പോ പൊട്ടം കേട്ടോ. എനിക്ക് സത്യം പറയാതെ ഇതാന്ന് എന്തോ പറയത്തില്ല ആരും. കൊടുത്തോ
ആ കൊടുത്തു കൊടു കൊടു ആ അത്രേ ഉള്ളൂ. ഹെവി അടിച്ചിട്ടെങ്കിൽ ലെഫ്റ്റോട്ടൊക്കെ ആക്കിയത് ഇത് ജയിക്കണേ. ഇത് ജയിച്ചില്ലെങ്കിൽ നീ അത് കാരണം ഇത് ജയിക്കണം. ഇത് കിട്ടും ഈസിയാണ് ഈസിയാണ്. മറ്റേ മൊബൈലിൽ അണ്ണന്റെ ഗെയിം അണ്ണൻ ഇത് ജയിച്ചാണ്, അത് അണ്ണൻ ജയിച്ചാണ്. അണ്ണൻ ജയിച്ചാണ്. അണ്ണൻ ജയിച്ചെന്ന് എടാ, അവൻ വീഴുന്നില്ലല്ലോ. എന്തായാലും ബാഗ് അതില് നല്ലത് ആ വീണ് വീണ് അടി അടി അടി. ആ കൊടു കൊടു കൊടു. തീ അടിച്ചോ തീ അടിച്ചോ. ഞങ്ങളുടെ യൂസ് ചെയ്യണേ. തീ കളി ആ പോട്ടി ഹെവി അറ്റാക്ക് അടി ഹെവി അറ്റാക്ക് അണ്ണ ഹെവി അറ്റാക്ക് മൾട്ടിപ്പിൾ ടൈംസ് വർക്ക് ആവും കേട്ടാ, ഒരു വട്ടം അല്ല. ഒന്ന് ഹെവി അടിച്ചേ രണ്ടെണ്ണം ഹെവി ഇപ്പൊ പറ്റത്തില്ല. ആ ഇപ്പൊ പറ്റും. ഹെവി അറ്റാക്ക് സ്പാം ചെയ്തോ. ഹെവി പോയി കുഴപ്പമില്ല. ചില്ലായി ചില്ലായി കിട്ടും. മൊബൈലൈസ് വരുന്നവരൊന്നും കാണും. അതാണ് ഒരുത്തം മറ്റേ അനങ്ങാ സമയം വരുന്ന സ്വർഗം കിട്ടിയ ഹീലില്ലേ എടുത്തോളൂ. അവനെ കൊന്നപ്പോ കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ എനിക്ക്. മോട്ടൽ അടിച്ച പോലെ സന്തോഷമില്ല. സത്യമാണ്. ആടിച്ച പണിയാണ്. പിന്നെ അതെന്താ അത് പറക്കാൻ പറ്റുന്നത്? അതെടുക്കാൻ പറ്റില്ല അത് പിന്നീട് നിനക്ക് കിട്ടും. ഇനി കുറച്ചൊക്കെ ഇനി പെട്ടെന്ന് ഓടാക്കളെ ഇത് കുറച്ച് ലെവലൊക്കെ പെട്ടെന്ന് ഇതെന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ ഇതിനകത്ത്? നീ അതിലെടുത്ത് കൂട്ട് ഇത് കൂട്ട് സ്റ്റാമിന കൂട്ടല്ലേ? അപ്പുറത്ത് വീഴാണ്ടെന്ന് അവിടെ ആയിരുന്നു അണ്ണന് ബോണസ് അടിച്ചത്. പറയാൻ പറ്റില്ല. വീണയില്ല. അല്ലല്ല ബഗ് അടിച്ചതല്ലടാ, അത് അങ്ങനെ അടിക്കാൻ പറ്റും. ഞാനിത് ഇന്ന് മൂവ്മെന്റ് പഠിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തപ്പോ അങ്ങനെ ഓൾറെഡി എനിക്ക് ഒരു വട്ടം കിട്ടിയായിരുന്നു. മനസ്സിലായ? അത് ബഗ്ഗല്ല അതവന് അതങ്ങനെ മനസ്സിലാൻ പറ്റും. ടൈമിങ്ങിന് കിട്ടണമെന്നേ ഉള്ളു അവനെ അങ്ങനെ. എന്റെ അമ്മ എന്ത് രസോടെ കാണാൻ ഇത്. അല്ല ഇനി അങ്ങോട്ട് നോക്ക്, ലെഫ്റ്റിലോട്ട് നോക്കി ഇങ്ങനെ നടന്നു. നേരെ പോകുമ്പോ ലെഫ്റ്റ്. ആ നോക്കുന്ന ബാഹുബലിന്റെ മറക്കാണ് മുകളിലോട്ട്. എന്ത് രസോടെ കാണാൻ. സൗമ്യ ആരാ ഉച്ചറ ഗംഭീര. ഓൾ ദ ബെസ്റ്റ്. ഇല്ല മറ്റേത് വെച്ച് നോക്കുമ്പോ ഇത് പിന്നെ പക്ഷെ കാണുന്നത് പേടിക്കും. സാധനങ്ങൾ വന്നു കേട്ടോ അടുത്തത്. താനോസിന്റെ കുട്ടികള്. മറ്റേ നിങ്ങള് മൊണ്ടയായിട്ട് പോസ്റ്റായിട്ട് വണ്ടിട്ടാടാ കാണിച്ചു തരാം. ഇവന് ഒടിഞ്ഞ ആർമറുണ്ടല്ലോ ഇവന്. ഇനി ഡോഡ് ചെയ്ത് അവന്റെ അടുത്തോട്ടോ. മറ്റേ ഇവന്റെ ബേക്ക് ഇവനെ ഫ്രണ്ടിൽ കവർ വെച്ചിട്ട് അടിക്കും. എന്നിട്ട് കൊണ്ടോളൂ അമ്പ്. അവന്റെ ബേക്കില്ല ഡോഡ് ചെയ്ത് അവന്റെ അടുത്തത്. അണ്ണാ മറ്റേ വീനിക്ക് എന്തോ ഒരു സുനാപ്പ് വരും. വീനിക്ക് കറക്റ്റ് അപ്ഗ്രേഡ് ചെയ്തില്ലടാ. ഗ്വൈൻ ടെമ്പിൾ. അണ്ണ ഒന്നും പറയണ്ട കണ്ട
You don't want to set off that beast. In the backyard is Black ഇവ Widow. ഇവന്റെ പേസ്റ്റ് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. Calls itself Link Schutzer. Considering your Wait, strength, I wait, suggest you get away while you can, little monkey. സാമ്പ്രാണി ഹോ അങ്ങനെ സൈക്കിളൊക്കെ അടുത്ത പറ്റി. ചെക്ക് പോയിന്റ് എത്തിയ ദൈവമുണ്ട്. ഇനി പ്രാർത്ഥന ഭജന ക്രാഫ്റ്റ് ആർമർ. അവിടെ ആർമർ ക്രാഫ്റ്റ് പുതിയ ക്രാഫ്റ്റ് ആർമർ. മോഡൽ ഓക്കെ ഓക്കെ പുതിയ മോഡല്ലേ ക്രാഫ്റ്റ് ആർമർ. ഈ ടു ക്രാഫ്റ്റ് തലക്കിട്ട് അടിയിട്ടുണ്ട്. അതൊക്കെ പോടും. സിയൊക്കെ ഉടുപ്പും വേണ്ടൊക്കെ ഉണ്ട്. അത് കറക്റ്റ്. എനിക്ക് ഈ റൈറ്റ് സൈഡിലെല്ലാം കാണിക്കും എത്ര പ്ലസ് ഉണ്ടെന്നൊക്കെ മനസ്സിലായി. ആ ഓക്കെ 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 കൺഫേം. ഇപ്പത്തെ ആർമറിനെക്കാളും എല്ലാം കാണും. ഡ്രസ്സൊക്കെ മാറല്ലേ? ഇനി സിയൊക്കെ ഒന്നുകൂടെ സി ഈകളുടെ എല്ലാം കാണുമായിരിക്കും അല്ലേ ഓൾറെഡി. കണ്ട റൈറ്റ് സൈഡ് ഉണ്ടോ 4 ഉണ്ട്. 17 ആണ് ഈകളുടെ. കൺഫേം. ഈകളുടെ 17 ആണ് മൊത്തം. കാലി 17 ഞാൻ ഇവിടെ 2 ആണ് നടന്നത്. ഓക്കെ അത് കൊള്ളാം കേട്ടാ. പക്ഷേ ലെവലപ്പ് നല്ല ലെവലപ്പ്. ഇനി അണ്ണ ഒരു ഡയലോഗ് ഒക്കെ കേട്ടിട്ട് പോകണം ഇത്തെ ഓഡിയോസ്. ഞാൻ കേട്ടാ. അണ്ണ കേട്ടായിരുന്നു, വ്യക്തമായി കേട്ടായിരുന്നു. ഓക്കെ ഓ നമ്മളത് ഡ്രസ്സൊക്കെ മാറി സെറ്റായി കേട്ടാ. സെറ്റ് അത്രേ ഉള്ളു. ഇത് സൗണ്ട് ശ്രദ്ധിക്കണേ. Past that gate,